യുവതി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 39-കാരിയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഒരു മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ ചികിത്സയിലായിരുന്നു ഈ യുവതി. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മിഥില, ഇതെപ്പോഴാണ് ഈ 39-കാരിക്ക്, അതായത് കൊയിലാണ്ടി സ്വദേശിനിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ചത്? ചികിത്സ ഫലം കണ്ടില്ല എന്നാണോ? എന്താണ് മറ്റു വിവരങ്ങൾ? ഗോപി, കഴിഞ്ഞ ഒരു മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ യുവതി. ഈ ഒരു അസുഖം സംശയത്തോടെ ആശുപത്രിയിൽ എത്തിയ ഉടൻ ആ സമയത്ത് മുതൽ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു. സർക്കാരിൻ്റെ പ്രൊസീജിയർ പ്രകാരം, പ്രോട്ടോകോൾ പ്രകാരം ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ വരുന്ന ആളുകൾക്ക് നൽകേണ്ട ചികിത്സ, അതായത് വിദേശത്ത് നിന്ന് എത്തിച്ച്, ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നുൾപ്പെടെ 5 മരുന്നുകൾ ഈ യുവതിക്ക് കൃത്യമായി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള ആളുകൾ അല്ലെങ്കിൽ മരണമടഞ്ഞ കേസുകളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് വെള്ളത്തിൽ കുളിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതോ കെട്ടിക്കിടന്ന വെള്ളത്തിൽ കുളിച്ച ഒരു ഹിസ്റ്ററിയോ അത്തരത്തിൽ വെള്ളം ഉപയോഗിച്ച ഒരു ഹിസ്റ്ററിയോ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു രോഗിക്ക് അത്തരം ഹിസ്റ്ററിയൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. എന്തുതന്നെയാണ്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ ഇന്ന് രാവിലെയാണ് ഈ യുവതി മരിച്ചത്. 39 വയസ്സാണ്, കൊയിലാണ്ടി സ്വദേശിയാണ്. സർക്കാരിന് നൽകേണ്ട, അതായത് ഈ ഒരു അസുഖം ബാധിച്ച് ചികിത്സയിലുള്ള ആളുകൾക്ക് നൽകേണ്ട എത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ചികിത്സയാണോ നൽകേണ്ടത്, അതെല്ലാം തന്നെ ഈ യുവതിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത്. ഗോപി, ശരി, എല്ലാ വിധത്തിലുള്ള ചികിത്സ ഒരുക്കി നൽകിയെങ്കിലും ആ യുവതിയെ രക്ഷപ്പെടുത്താനായില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് കൊയിലാണ്ടി സ്വദേശിനിയായ 39-കാരി ഇന്ന് മരിച്ചത്. ഒരു മാസത്തോളമായി ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സാധാരണ നിലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കേസ് ഹിസ്റ്ററി നോക്കുമ്പോൾ ആ തരത്തിൽ വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ ഈ രോഗം വരാൻ സാധാരണ നിലയിലുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ ഒന്നും ഈ യുവതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യുവതിക്ക് ഈ അസുഖം വരാൻ ഇടയായ സാഹചര്യം എന്താണ് എന്നതിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കും എന്ന് തോന്നുന്നു. മിഥില ബാലൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കോഴിക്കോട്ട് നിന്ന്.